ഇന്നത്തെ സന്ദേശം തിരുസഭ നമുക്ക് നൽകുന്നത് മറ്റുള്ളവരെ സഹായിക്കുക. പരിശുദ്ധ അമ്മ ദൈവപുത്രന് ജന്മം നൽകും എന്ന ഗബ്രിയേൽ മാലാഖയുടെ അറിവിനു ശേഷം പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ ചെന്നു എന്ന സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ തിടുക്കം ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം ഓടിപ്പോയിട്ട് തിരിച്ചു വരുന്നതല്ല. ഈ എലിസബത്തിന്റെ സമയം ആ ഒരു പുത്രനെ പ്രസവിക്കുന്നവരെ 3 മാസങ്ങൾ ഈ പരിശുദ്ധ അമ്മ ഈ എലിസബത്ത് അമ്മയെ സഹായിച്ചിട്ട് അതിനുശേഷമാണ് തിരിച്ചു വരുന്നത്. എന്നിരുന്നാലും പരിശുദ്ധ അമ്മയിൽ എന്നും തിളങ്ങി നിന്നിരുന്ന സ്വഭാവം എളിമ, പിന്നെ സഹായ മനോഭാവം. ഇന്ന് നമുക്ക് കൈമോശം വന്നു പോകുന്ന 2 പുണ്യപ്രവർത്തികൾ കൂടിയാണ് എളിമയും അതുപോലെ മറ്റുള്ള സഹായിക്കുക എന്ന ചിന്ത. ഞാൻ മാത്രം വളർന്നാൽ മതി, എൻ്റെ സമ്പത്ത് കൂടിയാൽ മതി, ഞാൻ വലിയ വീടുകൾ നിർമ്മിച്ചാൽ മതി, വലിയ കാറുകൾ വാങ്ങിയാൽ മതി എന്ന് നമ്മൾ ആഗ്രഹമാകുന്ന ചരടിൽ പിടിച്ച് കയറിപ്പോകുന്ന വ്യക്തികളായി മാറിപ്പോകുന്നു. നമ്മൾ നല്ലൊരു ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുൽക്കൂടൊരുങ്ങി നക്ഷത്രങ്ങൾ തൂക്കി മനോഹരമായി അലങ്കരിച്ച് ജീവന്റെ നാഥനായ കർത്താവിനെ സ്വീകരിക്കുവാനുള്ള വലിയൊരു ഒരുക്കത്തിലാണ് നാം ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമാണ് എല്ലാവർക്കും. ക്രിസ്മസ് എന്ന് പറയുന്ന സന്തോഷമല്ലേ അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, നമ്മുടെ ഈ കൂട്ടായ്മ ഇറ്റലിയുടെ പല ഭാഗങ്ങളിലും കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച സിസിലിയയിലെ പാത്തി എന്ന സ്ഥലത്ത് നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരിൽ ഒരു വൺ ഡേ ധ്യാനം നടത്തി. നമ്മൾ ആഗ്രഹിച്ചതിലുപരിയായിട്ട് പൊന്നുതമ്പുരാനായ ഈശോ ഒത്തിരി അഭിഷേകം അവിടെ കൊടുത്തു. എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. അവരെ പറഞ്ഞവര് ക്രിസ്മസിന് മുമ്പ് ഒരു ആത്മീയ ഭോജനമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. കൂട്ടായ്മയിൽ വരുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും സ്നേഹവും ഐക്യവും എളിമയും ഒത്തൊരുമയും അവരുടെ അധ്വാന ഫലങ്ങളിലൂടെ നൽകുന്ന ദശാംശവുമാണ്. ഇവിടെയാണ് ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നത്. നമ്മൾ ഭിന്നതയും വെറുപ്പും വൈരാഗ്യം വെച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞാൽ ഈ കൂട്ടായ്മ പണ്ടേ നിന്നുപോയത്. കുറ്റം പറയുന്നവർ പറയട്ടെ, അതൊരു രോഗമാണ്. അതൊക്കെ ഒരു കുറ്റം പറയുന്ന ഒരു രോഗമാണത്. അത് അവരിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വേണം. എന്ത് തന്നെ ആയിക്കോട്ടെ, വെറുപ്പായാലും വിദ്വേഷമായാലും വൈരാഗ്യമായാലും അതൊക്കെ ഒരു രോഗമാണ്. ഓരോ മനുഷ്യനിലും കുടികൊണ്ടിരിക്കുന്ന ഓരോ രോഗമാണത്. അത് വിട്ടുപോകണമെങ്കിൽ പ്രാർത്ഥനയാണ് ഏറ്റവും ശക്തി. വെറുപ്പിന് മരുന്നില്ല, ഉണ്ടോ? വിദ്വേഷത്തിന് മരുന്നില്ല, വൈരാഗ്യത്തിന് മരുന്നില്ല, അസൂയയ്ക്ക് മരുന്നില്ല, പിന്നെ കുറ്റം വിധിക്കുന്നതിന്, തള്ളി പറയുന്നതിന്, പുച്ഛിക്കുന്നതിന് മരുന്നില്ല. മരുന്നുള്ളത് പനി, തലവേദന, നെഞ്ചുവേദന, അങ്ങനെയുള്ള രോഗങ്ങൾക്ക് മാത്രമേ മരുന്നുള്ളൂ. പക്ഷെ ഇതിനൊന്നും മരുന്നില്ല. ഇതൊരു രോഗം തന്നെയാണ്. ഹല്ലേലൂയ. ഇത് വഹിച്ചുകൊണ്ട് നടക്കുന്നവര് സാത്താനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഒരു ഹൃദയത്തിലും ഒരാളെ കുറിച്ച് തരി പോലും വെറുപ്പും വൈരാഗ്യം ഉണ്ടാകാൻ പാടില്ല. അത് ദൈവാത്മാവ് അനുവദിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനും, തെറ്റുകൾ കണ്ടാലും കുറവുകൾ കണ്ടാലും അവരെ വിധിക്കാതെ അവരുടെ കുറവുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സ്നേഹിക്കുവാനും നമ്മൾ അനുഭവിച്ചറിയുന്ന ദൈവസ്നേഹം പങ്കുവെച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.